എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മീൻ പീര വെച്ചതിൻ്റെ റെസിപ്പിയാണ്. മീൻ വറ്റിച്ചതെന്ന് പറയും, നാടൻ സ്റ്റൈലിലുള്ള മീൻ പീര. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ പീര തയ്യാറാക്കാം. ഞാനിവിടെ 1/2 കിലോ കൊഴുവ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന് കൊഴുവ എന്നാണ് പറയണത്. എൻ്റെ നാട്ടിൽ ഈ മീൻ ഒഴുക എന്ന് പറയും. ആദ്യം നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ നാട്ടിലും പല പേരിലാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2-3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു പീസ് പുളി ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് പുളി ഇറങ്ങി കിട്ടും, ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. അപ്പോൾ ആ പുളി ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ പുളി മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യുന്നു വേണ്ട, ഇതുപോലെ തന്നെ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടിട്ടല്ല, അമ്മിയിലോ അല്ലെങ്കിൽ ഇടിക്കണ കല്ലിലോ വെച്ചിട്ട് നമുക്കിത് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു മുറി തേങ്ങയുണ്ട്, അതുപോലെ കുറച്ച് കാന്താരി മുളക്, എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാനിത് ഇടിക്കണ കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ വെച്ച് ചതക്കരുത്, വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞ പോലെ ആയിപ്പോവും. ഇടിക്കണ കല്ലിലോ അമ്മിയിലോ വെച്ചിട്ട് ചതച്ചെടുക്കണം. ഇപ്പം ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത കൂട്ട് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കാന്താരി മുളകൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയ പോലെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. വല്ലാണ്ട് അരഞ്ഞ പോണ രീതിയിൽ അരയ്ക്കരുത്, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും മീനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടെല്ലാം യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പുളിവെള്ളം, പുളി കുതിരാനിട്ടിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, 1/4 കപ്പ് മാത്രം മതി. പിന്നെ മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒഴിച്ച 1/4 കപ്പ് വെള്ളവും പിന്നെ മീനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും മതി. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റീം വരുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തവിയിട്ടൊന്ന് മിക്സ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. അടിയിലുള്ളതൊക്കെ മുകളിലേക്ക് ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ പീര തയ്യാറാക്കാനായിട്ട് കൊഴുവ തന്നെ വേണമെന്നില്ല, നമുക്ക് ചെറിയ ചാളയാണേലും അതുപോലെ ചെറിയ അയലയൊക്കെ ആണേലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ തുറന്ന് വയ്ക്കാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് വെള്ളം വറ്റി വന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നന്നായിട്ട് വെള്ളമുണ്ട് ഇതിൽ. ഈ വെള്ളം മുഴുവനും വറ്റി വരണം. വളരെ എളുപ്പമല്ലേ, വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ മീൻ പീര. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ പച്ചമോരുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കൊണ്ട് കഴിക്കാം. പച്ചമോരെന്ന് പറയുമ്പോൾ വെറുതെ ഉള്ളിയും കാന്താരി മുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് എടുക്കുന്ന ലൂസായിട്ടുള്ള മോര്, നല്ല തിക്കായിട്ടല്ല. രണ്ടും കൂടെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇപ്പോൾ നമ്മുടെ മീൻ പീരയുടെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി വരണം. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത്തിരി കറിവേപ്പില ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ പീരയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് സമയത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ച് വയ്ക്കാൻ പറയുന്നത് അതിലേക്ക് ആവിച്ച് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. ഇനി അടുത്ത നല്ല പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.